അങ്ങനെ ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ അവസാനത്തെ ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഒരു കോംപ്ലക്സ് ആയിട്ട് സങ്കീർണമായിട്ടുള്ള പ്രോസസ്സ് തന്നെയാണ് ബജറ്റ് നിർമ്മിക്കുക എന്നുള്ളതും അത് അവതരിപ്പിക്കുക എന്നുള്ളതൊക്കെ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു സങ്കീർണമായിട്ടുള്ള പ്രോസസ്സിനെ നമ്മൾ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ലളിതമായിട്ട് പറയാനാണ് ശ്രമിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു വർഷത്തെ ബജറ്റ് ഇടക്കാല ബജറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് ഇടക്കാല ബജറ്റ്? സാധാരണ ബജറ്റും ഇടക്കാല ബജറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതോടൊപ്പം തന്നെ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുൻപേ ആയിട്ട് നമ്മളൊരു ഹൽവ സെറിമണി നടത്തുന്നുണ്ട്. ഹൽവ സെറിമണിയും ബജറ്റും തമ്മിലുള്ള ബന്ധം എന്താണ്? എന്താണ് ഹൽവ സെറിമണിയുടെ അത്യാവശ്യം? ഇത്രയും വിഷയങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചുരുങ്ങിയ വാക്കുകളിലൂടെ നിങ്ങളോട് പറഞ്ഞു തരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ നമ്മൾ ബജറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു വർഷത്തേക്കുള്ള പ്രതീക്ഷിക്കുന്ന വരവിൻ്റെയും ചെലവിൻ്റെയൊക്കെയുള്ള ആകെ രൂപത്തിലാണ് ബജറ്റ് എന്നുള്ള ആ ഒരു കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ രാജ്യത്തിലെ ബജറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എല്ലാവർക്കും അതറിയാനുള്ള താല്പര്യവും കാണും. അത് നമ്മുടെ രാജ്യത്തുള്ളവർക്ക് മാത്രമല്ല പുറമേയുള്ള ആളുകൾക്കും. കാരണം ഈ ഒരു രാജ്യം ഏതൊക്കെ മേഖലകളിലേക്കാണ് നീക്കി വെച്ചിരിക്കുന്നത്, അവരുടെ വരുമാനം എത്രയാണ്, അവരുടെ മുന്നോട്ടേക്കുള്ള പോക്ക് എങ്ങനെയാണ്, ഈ കാര്യങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാനുള്ള അവസരം നൽകുന്നത് ബജറ്റിലൂടെയാണ്. രാഷ്ട്രപതിക്കാണ് പാർലമെൻറ്റിൽ ബജറ്റ് അവതരിപ്പിക്കാനുള്ള ഉത്തരവാദിത്തമുള്ളത്. രാഷ്ട്രപതി ആ ഒരു ചുമതല കേന്ദ്ര ധനമന്ത്രിയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ ഭരണഘടനയിൽ ബജറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ബജറ്റ് എന്നുള്ളൊരു വാക്ക് ഭരണഘടനയിൽ ഉപയോഗിക്കുന്നില്ല. 12 മുതൽ 17 വരെയുള്ള ഭാഗങ്ങളിൽ ബജറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു വാക്കല്ല ഉപയോഗിക്കുന്ന വാക്ക് എന്താണെന്ന് വെച്ചാൽ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള ആ ഒരു വാക്കാണ് ഉപയോഗിക്കുന്നത്. വാർഷിക സാമ്പത്തിക പ്രസ്താവന എന്നൊക്കെ പറയാം ആ ഒരു വാക്കിന്. രാഷ്ട്രപതി നിശ്ചയിക്കുന്ന തീയതിയിലായിരിക്കും ഈ ഒരു ബജറ്റ് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നത്. 2016 വരെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫെബ്രുവരിയിലെ അവസാനത്തെ വർക്കിംഗ് ഡേ ആയിരുന്നു നമ്മൾ ബജറ്റ് അവതരിപ്പിക്കാനായിട്ട് തിരഞ്ഞെടുത്തിരുന്നത്. പക്ഷേ പിന്നീട് 2017 മുതൽ ഇങ്ങോട്ടേക്ക് ഫെബ്രുവരി 1 എന്നുള്ള ഡേറ്റ് ആക്കി മാറ്റി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിലാണ്. അപ്പോൾ ഫെബ്രുവരി ലാസ്റ്റ് ഇതൊക്കെ അവതരിപ്പിച്ച് പാസ്സായി വരുമ്പോഴേക്കും ഒരുപാട് ടൈം എടുക്കുന്നുള്ള ആ ഒരു കാരണം കൊണ്ട് ഫെബ്രുവരി 1 എന്നാക്കി. അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ഈ ബില്ലുകളൊക്കെ പാസ്സാക്കി എടുക്കാനായിട്ട് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും പറ്റുന്നുള്ള രീതിയിലാണ് ഈ ഒരു ഡേറ്റ് ഫെബ്രുവരി 1 മാറ്റിയത്. നമ്മൾ പറഞ്ഞു ബജറ്റ് നിർമ്മിക്കുക എന്നുള്ളത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണെന്നുള്ളത്. ഈ ഒരു പ്രോസസ്സിൻ്റെ അവസാനമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ബജറ്റ് സ്പീച്ചും ബജറ്റ് അവതരണമൊക്കെ ആയിട്ട് ഫെബ്രുവരി 1 കാണുന്നത്. പക്ഷെ അതിന് മുൻപേയുള്ള വർഷത്തിലുള്ള സെപ്റ്റംബർ മുതൽ തന്നെ ഇതിനുള്ള പരിപാടികളൊക്കെ ആരംഭിക്കുന്നുണ്ട്. ഈ ബജറ്റ് അവതരിപ്പിക്കാൻ ബജറ്റ് നിർമ്മിക്കാൻ ഉത്തരവാദിത്തമുള്ള കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിലെ മിനിസ്ട്രി ഓഫ് എക്കണോമിക് അഫയേഴ്സ് ആ വിഭാഗം എല്ലാ കേന്ദ്ര മന്ത്രാലയങ്ങൾക്കും അതേപോലെ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും പ്രതിരോധ സേനകൾ, സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇവർക്കൊക്കെ ഒരു സർക്കുലർ ആദ്യം നൽകുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇനി മുന്നോട്ടേക്കുള്ള വർഷത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഗ്രാൻറ്റും ആ പദ്ധതികളെക്കുറിച്ചൊക്കെ വിശദമാക്കാനുള്ള കാര്യമാണ് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു എസ്റ്റിമേറ്റ് അവർ വേറൊരു എസ്റ്റിമേറ്റും തയ്യാറാക്കി നൽകേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തിൽ അവർക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങളും അതിൽ നിന്ന് എത്ര കാര്യങ്ങൾ നടപ്പിലാക്കി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ 2 എസ്റ്റിമേറ്റുകൾ ഇവർ നൽകേണ്ടതായിട്ടുണ്ട് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്. ഇങ്ങനെ വിവിധ മന്ത്രാലയങ്ങളും വകുപ്പുകളും എല്ലാം കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിലേക്ക് ഈ എസ്റ്റിമേറ്റുകൾ അയച്ചു കഴിഞ്ഞാൽ എക്സ്പെൻഡിച്ചർ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് പലതരത്തിലുള്ള കൂടിയാലോചനകൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ നടക്കുന്നുണ്ട്. നമ്മുടെ സാധാരണ ജനങ്ങളായിട്ടുള്ള കർഷകർ, സാമ്പത്തിക വിദഗ്ധർ, അതേപോലെ വ്യവസായികൾ, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആയിട്ട് ധനകാര്യ മന്ത്രാലയവും അതേപോലെ തന്നെ റവന്യൂ വകുപ്പും ഒക്കെ പലതരത്തിലുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട്. കാരണം നികുതിയിൽ പല മാറ്റങ്ങളും വരുത്തേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ചർച്ചകളും നടന്നുകൊണ്ടേ നിൽക്കുന്നുണ്ട്. പിന്നീട് ധനമന്ത്രിയായിരിക്കും ഒരു അന്തിമ തീരുമാനം എടുക്കുന്നത്. ടാക്സ് ഏതൊക്കെ ഭാഗങ്ങളിൽ കൂട്ടണം, കുറക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനമായിട്ട് പ്രധാനമന്ത്രിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചർച്ച നടത്തുകയും ബജറ്റിനെ ഫ്രീസ് ചെയ്ത് വെക്കുകയും ചെയ്യും. അതോടെ ബജറ്റിൻ്റെ എല്ലാ പ്രോസസ്സും നടന്നു കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നീട് നടക്കേണ്ടത് ഒരു പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ് മാത്രമാണ്. ആ സമയത്താണ് നമ്മൾ മുൻപേ സൂചിപ്പിച്ചിട്ടുള്ള ഹൽവ സെറിമണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നടക്കുന്നത്. പാർലമെൻറ്റിൻ്റെ നോർത്ത് ബ്ലോക്കിൽ ഈ ഒരു ബജറ്റ് നിർമ്മിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സ്റ്റാഫും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകളും ബജറ്റിൻ്റെ പ്രിൻറ്റിങ്ങിൻ്റെ തൊട്ട് മുൻപ് ഹൽവ സെറിമണിയോട് കൂടിയിട്ട് ഹൽവ എല്ലാവരും കഴിക്കുകയും അതോടൊപ്പം പിന്നീട് അവർ വീടുകളിലേക്ക് പോവുകയും ചെയ്യുന്നില്ല, അവിടെ തന്നെ തങ്ങുകയാണ് ചെയ്യുന്നത്.
കാരണം എന്താണെന്ന് വെച്ചാൽ മുൻപേ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്ന സമയങ്ങളിൽ നികുതിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾ ഉണ്ടാകും. പക്ഷേ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും പുറത്തേക്ക് പോകാനുള്ള സാധ്യതയില്ല. പക്ഷേ നമ്മൾ ഈ ഒരു കാര്യം പ്രിൻ്റ് ചെയ്യാനുള്ള അവസരത്തിലേക്ക് എത്തുമ്പോഴേക്കും എല്ലാ കാര്യവും ഫൈനലൈസ് ചെയ്യുന്ന ഒരു സമയത്താണല്ലോ. അപ്പോൾ ഈ പ്രിൻ്റ് ചെയ്യുന്ന വിവരങ്ങളൊന്നും പുറത്തേക്ക് ചോർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടും പലതരത്തിലുള്ള വെട്ടിപ്പുകൾ നടക്കാതിരിക്കാനും വേണ്ടിയിട്ടുമാണ് ഈ ആളുകളൊക്കെ നോർത്ത് ബ്ലോക്കിൽ താമസിപ്പിക്കുന്നത്. ബജറ്റിൻ്റെ പ്രസംഗം കഴിയുന്നതുവരെ അവരവിടെ താമസിക്കും. ഇതിന് തൊട്ട് മുന്നോടിയായിട്ടുള്ള ഈ ഒരു ചടങ്ങിനെയാണ് നമ്മൾ ഹൽവ സെറമണി എന്ന് അറിയപ്പെടുന്നത്. ഇനിയുള്ള ഘട്ടം എന്താണെന്ന് വെച്ചാൽ ബജറ്റ് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഈ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നതിന് തൊട്ട് മുൻപേ ബജറ്റിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം, ഒരു സംഗ്രഹമായിട്ടുള്ള കാര്യം അംഗങ്ങൾക്കൊക്കെ പാർലമെൻറ്റിൽ വിതരണം ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർലമെൻറ്റിൽ ധനമന്ത്രി ഈ ബജറ്റിനെക്കുറിച്ച് ആദ്യം തന്നെ ബജറ്റ് സ്പീച്ചാണ് നൽകുന്നത്. ബജറ്റിൻ്റെ അവതരണത്തിൻ്റെ തുടക്കത്തിലുള്ളൊരു ഘട്ടം എന്ന് പറയുന്നത് ബജറ്റ് സ്പീച്ചായിരിക്കും. പ്രധാനപ്പെട്ടിട്ടുള്ള പോയിന്റുകളും നേട്ടങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആകെ ഒന്ന് പറഞ്ഞു പോകുന്നതായിരിക്കും ബജറ്റ് സ്പീച്ച്. പിന്നീടാണ് ബജറ്റിൻ്റെ മെയിനായിട്ടുള്ള അവതരണം നടക്കുന്നത്. ഇങ്ങനെ ബജറ്റിന് പലതരത്തിലുള്ള ഘട്ടങ്ങളുണ്ട്. പാർലമെൻറ്റിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ ബജറ്റിൻ്റെ പ്രസംഗം ഉണ്ടാകും, പിന്നീട് പലതരത്തിലുള്ള ചർച്ചകളുണ്ടാകും, പിന്നീട് ഈ ഗ്രാൻറ്റുകളൊക്കെ പാസ്സാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബില്ലുകൾ പാസ്സാക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പല ഘട്ടങ്ങളിലായിട്ടായിരിക്കും നടക്കുക. ഫെബ്രുവരി 1-നാണ് ഇത് അവതരിപ്പിക്കുന്നതെങ്കിലും പല ഘട്ടങ്ങളിലായിട്ട് ചർച്ചകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 2 മാസത്തെ ഇടവേള കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇത് പൂർണ്ണമായിട്ടും ബജറ്റ് അവതരണം കംപ്ലീറ്റ് ആകുക, അത് പാസ്സായിട്ട് എടുക്കുക. ഈ ഒരു 2 മാസ സമയത്ത് പക്ഷേ നമുക്ക് നമ്മുടെ ആവശ്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള പണം ആവശ്യമുണ്ടല്ലോ. ഈ ഒരു കാലയളവിൽ വേണ്ടിയിട്ട് ഒരു 2 മാസത്തേക്ക് വേണ്ടിയിട്ട് നമ്മുടെ കൺസോളിഡേറ്റിംഗ് ഫണ്ടിൽ നിന്നിട്ട് പണം എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഭരണഘടനയിൽ ഒരു പ്രത്യേക ഭാഗമുണ്ട്. വോട്ട് ഓൺ അക്കൗണ്ട് എന്നാണ് ആ ഒരു ഭാഗത്തെക്കുറിച്ച് പറയുന്നത്. ഈ ഒരു 2 മാസത്തെ കാലയളവിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കുള്ള പണം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് 2 മാസം മുതൽ ഒരു 4 മാസം വരെ ആവാം. തെരഞ്ഞെടുപ്പ് വരുന്ന വർഷങ്ങളിൽ ഒരു 4 മാസം വരെ ആവാം ഈ ഒരു സമയം. കാരണം എന്താണെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പിനാണ് നമ്മൾ ഇടക്കാല ബജറ്റ്, തെരഞ്ഞെടുപ്പ് വരുന്ന വർഷങ്ങളിലാണ് ഗവൺമെൻറ് ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ബജറ്റിൽ എപ്പോഴും പ്രതിഫലിച്ച് നിൽക്കുന്നത് ആ ഒരു ഭരണകക്ഷിയുടെ താല്പര്യങ്ങളും അവരുടെ ഒരു ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുദ്ദേശിക്കുന്ന പദ്ധതികളൊക്കെ നടപ്പിലാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ബജറ്റിൽ കൂടുതലായിട്ടും മുന്നോട്ടേക്ക് നിൽക്കുന്നത്. ഗവൺമെൻറ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയം വരുന്ന സമയത്ത് മറ്റു പാർട്ടികളാണ് അടുത്ത ടേമിൽ വരുന്നതെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ബജറ്റ് അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇലക്ഷൻ വരുന്ന സമയങ്ങളിൽ എപ്പോഴും ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കുന്നത്, ഒരു 4 മാസത്തേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു വോട്ട് ഓൺ അക്കൗണ്ട് വഴി ലഭിക്കുന്ന പണം ഈ ഒരു 4 മാസത്തേക്കുള്ള രീതിയിലേക്ക് മാറ്റുന്നതാണ് ഇടക്കാല ബജറ്റിൻ്റെ സമയത്ത്. അതിനുശേഷം പുതിയതായിട്ടൊരു ഗവൺമെൻറ് അധികാരത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള ബജറ്റ് അവതരിപ്പിക്കുകയും ആ ഒരു കാര്യം പാസ്സാക്കി എടുക്കുകയും ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ബജറ്റ് അവതരിപ്പിക്കുന്ന കാര്യം പറയുന്നതോടൊപ്പം തന്നെ ഗില്ലറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് കൂടെ നമ്മളൊന്ന് ഓർത്ത് വെക്കുക. ഗില്ലറ്റിൻ എന്നുള്ള ഒരു ഉപകരണത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വളരെയേറെ മൂർച്ചയേറിയിട്ടുള്ള വധശിക്ഷയ്ക്കൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഫ്രഞ്ച് റവല്യൂഷൻ്റെ സമയത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ചരിത്രത്തിൽ തന്നെ പല സന്ദർഭങ്ങളിലും ഗില്ലറ്റിൻ എന്നുള്ള ആ ഒരു ഉപകരണത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കുന്ന ഒരു ഉപകരണമാണത്. ഗില്ലറ്റിൻ എന്നുള്ളൊരു വാക്ക് ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു 2 മാസമാണ് ഒരു ബജറ്റ് പാസ്സാക്കി എടുക്കാനുള്ള സമയമെന്ന്. അപ്പോൾ ചർച്ചകൾ പല സമയങ്ങളിലും ചർച്ചകൾ ആദ്യ ഘട്ടത്തിലുള്ള 3-4 ദിവസത്തെ ഒരു സാധാരണ ചർച്ചയ്ക്ക് ശേഷം 2 മാസം നീണ്ടു നിൽക്കുന്ന പലതരത്തിലുള്ള ചർച്ചകൾ നടക്കാറുണ്ട്. ഈ ചർച്ചകളൊക്കെ വളരെ നീണ്ടു പോകാനായിട്ട് പറ്റില്ല. കാരണം ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ ആ മുന്നോട്ട് പോക്കിനെയൊക്കെ നമ്മൾ ആശ്രയിച്ചിരിക്കുന്നത് നമ്മുടെ ആ ഒരു ബജറ്റിനാണ്. ഇങ്ങനെ അധികം മുന്നോട്ടേക്ക് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ബില്ലുകളെല്ലാം കൂടെ ഒരുമിച്ച് പാസ്സാക്കി എടുക്കുന്ന ആ ഒരു രീതിയാണ് ഗില്ലറ്റിൻ എന്നുള്ളൊരു വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. പാർലമെൻറ്റിൽ നമ്മൾ ബജറ്റ് പാസ്സാക്കി എടുക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞു തന്നത്. പാർലമെൻറ്റിൽ തന്നെ നമ്മൾ ലോക്സഭയിൽ മാത്രമാണ് ബജറ്റിൻ്റെ ഗ്രാൻറ്റുകൾക്കുള്ള വോട്ടെടുപ്പ് നടക്കുന്നത്. കൂടുതൽ ചർച്ചകളും വോട്ടെടുപ്പും അവതരണമൊക്കെ നടക്കുന്നത് പാർലമെൻറ്റിലുള്ള ലോക്സഭയിൽ മാത്രമാണ്. രാജ്യസഭയിൽ ഇതിനെക്കുറിച്ച് ചർച്ചകളൊക്കെ നടത്താറുണ്ടെങ്കിലും രാജ്യസഭയ്ക്ക് ബജറ്റിൽ ഈ ഒരു വോട്ടെടുപ്പിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അധികാരം ഉണ്ടായിരിക്കുന്നതുമല്ല. ഇങ്ങനെ ബജറ്റ് നിർമ്മിക്കാനോ അവതരിപ്പിക്കാനുള്ള ഈ ഒരു വലിയൊരു പ്രോസസ്സിനെ നമ്മൾ അത്ര കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് മറ്റൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.